ഹായ് ടു ഓൾ. ഇന്നു മുതൽ പുതിയൊരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിന ആഘോഷിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ നമ്മളൊരു ഭരണപരമായ ചട്ടക്കൂടുമൊക്കെ ആക്കിയതിന് ശേഷമുള്ള നമ്മുടെ സുവർണ കാലഘട്ടങ്ങൾ, ആധുനിക കാലഘട്ടങ്ങൾ. അപ്പോൾ തീർച്ചയായും നമുക്ക് മുന്നിലേക്ക് നമ്മൾ അടുത്ത തലത്തിലോട്ട് ഉയർത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പുസ്തകങ്ങളെന്ന് പറയുന്നത്. അതിനാദ്യമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ ഒരു ചെറിയ വിവരണമാണ്. അതിൽ അന്തസത്ത എന്തെന്നുള്ളത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണത് വായിച്ച് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ തന്നെ 2-3 പ്രാവശ്യം വായിച്ചപ്പോൾ 2-3 ടൈപ്പായിട്ടാണ് എനിക്കും തോന്നിയത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജയമ്പായി ഇങ്ങനെയാണ്. ഓരോ സമയവും അതിൻ്റെ ഓരോ തലത്തിൽ നിന്നാണ് അത് ചിന്തിക്കാൻ പറ്റുന്നത്. ഏത് തലത്തിൽ നിന്ന് ചിന്തിച്ചാലും നമുക്കൊരു മോട്ടിവേഷൻ തരുന്നൊരു പുസ്തകമാണ്. അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് സാന്റിയാഗോ എന്ന ഒരു ആട്ടിടയൻ, അദ്ദേഹമാണ് എൻ്റെ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് വരുന്ന പ്രായമുള്ള രാജാവ്, അതിനുശേഷം അദ്ദേഹം ഈജിപ്തിലോട്ടുള്ള ആ പിരമിഡുകൾക്കിടയിലോട്ടുള്ള വഴിയിൽ പരിചയപ്പെടുന്ന കൂട്ടുകാർ, ഷോപ്പ് കീപ്പർ, പിന്നെ ആ മലരാരണ്യത്തിൽ പോകുമ്പോൾ ആ സഞ്ചരിക്കുന്ന ആ ഒരു വ്യൂഹത്തിൻ്റെ നായകർ, അവിടെ വെച്ച് പരിചയപ്പെടുന്ന ഫാത്തിമ എന്ന ആ പ്രണയപരവശയായ പെൺകുട്ടി. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനായ യുവാവ് തേടി നടന്നിരുന്ന ആൽക്കമിസ്റ്റ് അദ്ദേഹത്തിന് അടുക്കൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനുശേഷം വീണ്ടും ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി അവിടെ നിൽക്കുമ്പോൾ തിരിച്ചൊരു ചോദ്യം അദ്ദേഹത്തിനോട് അവിടുത്തെ സൈന്യാധിപൻ ചോദിക്കുന്നുണ്ട്, നീ ഒരു വിഡ്ഢിയല്ലേ? ഞാൻ കണ്ട സ്വപ്നം നീ നിന്നിരുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിന് അറിയത്തില്ല ഈ സ്ഥലമാണെന്ന്, സ്പെയിനിലെ ഒരു ഇടിഞ്ഞ പൊളിഞ്ഞ പള്ളിക്കടിയിലാണ് നിധി എന്നുള്ളത് കണ്ടത്. ഞാൻ എന്നിട്ട് അത് തേടിപ്പോയോ മണ്ട എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാന്റിയാഗോ ആട് മേയ്ച്ച് നടന്ന് എല്ലാ ദിവസവും റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ആ പള്ളിയുടെ ചുവട്ടിലായിരുന്നു ആ യഥാർത്ഥ നിധി ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നിധി എന്ന് പറയുന്നത് എന്താണോ അതൊന്നെല്ലാം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ പാകപ്പെടേണ്ടതായിട്ടുണ്ട്. ആ സാന്റിയാഗോയുടെ യാത്രയിൽ അറിയാം, തുമ്മിയും തുറിയും എല്ലാം അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് വന്ന്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ആടുകളെ വിറ്റഴിച്ച് പണം കണ്ടെത്തി ഓടിച്ചെന്ന് കയറുന്ന ആ ഷിപ്പിലും അവിടുന്ന് നേരെ മൊറോക്കോയിലെത്തുന്നു. അതിന് ടാൻഷിയാൻ പട്ടണത്തിൽ അവിടെ ചെന്നതിന് ശേഷം സ്പാനിഷുകാരാണ് യുവാവിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം സഹായം വാഗ്ദാനം ചെയ്ത് കൂടെ വന്ന് ചതിച്ച് പൈസയുമായി മുങ്ങുന്നു. ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്തവനായി മാറുമ്പോൾ വീണ്ടും അദ്ദേഹം ചിന്തിക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിക്കുന്ന സമയത്ത് ഒരു കടയിൽ നേരെ ഭാഷ അറിയാത്ത സ്ഥലത്ത് ചെന്നിട്ട് ആ കടയിൽ ചെന്ന് പാത്രങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നു. അവിടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുന്നു. 1-2 വർഷത്തിന് ശേഷം വളരെ മികച്ച രീതിയിൽ പണമുണ്ടാക്കി വീണ്ടും അദ്ദേഹത്തിന് വേണം തിരിച്ചു വരാമായിരുന്നു. ആ ലക്ഷ്യമല്ല അദ്ദേഹത്തിന് പണമായിരുന്നെങ്കിൽ ലക്ഷ്യങ്ങൾ തിരിച്ചു വരാം. പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിൽ പണം എന്നുള്ളതൊരു ഉപാധി മാത്രമാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിനൊരു പർപ്പസ് വേണം.